എല്ലാവർക്കും പുതിയ ടെക് ന്യൂസിലേക്ക് സ്വാഗതം. സാംസങ് ആപ്പിളിന്റെ ഫേസ് ഐഡിനെക്കാട്ടും കിടിലായിട്ട് ഒരു ഫേസ് ഐഡി കൊണ്ടുവന്നിട്ടുണ്ട്. BSNL അവരുടെ 5G അടുത്ത് തന്നെ റോൾ ഔട്ട് ചെയ്യാൻ പോവാണ്. അതേപോലെ തന്നെ ഇലോൺ മസ്കിന്റെ ട്വിറ്റർ പുതിയൊരു ചാറ്റിംഗ് ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലത്തെ കുറെ കിടിലൻ ടെക് ന്യൂസിലുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് BSNLന്റെ 5G ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. അടുത്ത വർഷം സ്റ്റാർട്ടിംഗിൽ തന്നെ BSNL 5G റോൾ ഔട്ട് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത്. ഡൽഹിയിൽ വെച്ചായിരിക്കും സ്റ്റാർട്ടിംഗ് ഉണ്ടാവുക. അതിനുശേഷം ബാക്കിയുള്ള സ്റ്റേറ്റ്സിലൊക്കെ മെല്ലെ വരുമെന്നാണ് കേൾക്കുന്നത്. അതേപോലെ തന്നെ 10,000 പുതിയ 4G ടവേഴ്സും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇതോടുകൂടി അവരെ റേഞ്ചിങ് ഇഷ്യൂസും അതുപോലെ തന്നെ 4G ഒക്കെ നല്ല സ്പീഡ് കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇവര് വളരണം തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം. കാരണം കുറച്ചെങ്കിലും നമുക്ക് കുറഞ്ഞ പൈസയിൽ ഒരു റീചാർജ് ഓഫർ തരുന്ന ഇവരാണ്. എങ്കിൽ പോലും ആൾക്കാർ മാറാൻ വലിയ തോതിൽ തയ്യാറാവാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ സ്പീഡും അതുപോലെ തന്നെ കോൾ ഡ്രോപ്പ് ഇഷ്യൂ ഒക്കെയാണ്. അതൊന്ന് സോൾവ് ചെയ്ത് കിട്ടുവാണെങ്കിൽ ബാക്കിയുള്ള തോന്നുന്ന സമയത്ത് പൈസ കൂട്ടുന്ന കമ്പനികൾക്കൊക്കെ നല്ലൊരു അടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വേഗം തന്നെ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ആപ്പിള് അടുത്ത വർഷം ഒരു ട്രാൻസ്പെറന്റ് വേരിയന്റ് കൂടി ഇറക്കുമെന്ന് പറഞ്ഞിട്ട് ചെറിയ റൂമേഴ്സ് വരുന്നുണ്ട്. ഇതിൽ ചില ഫോട്ടോസുകളൊക്കെ വരുന്നുണ്ട്. ആ ഫോട്ടോസ് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം സത്യാവസ്ഥയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ല. ഞാനും ഇത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ആപ്പിളിന്റെ ഒരു കഷ്ടകാലം പിടിച്ച ന്യൂസ് കൂടി ഉണ്ട്. ഏതൊരുത്തം വെറ്റ് വൈപ്പ് വെച്ച് തുടച്ചപ്പോഴത്തേക്ക് അതിന്റെ പെയിന്റ് ഇളകി എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ട്വിറ്ററിലൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഏത് ബ്രാൻഡിന്റെ തുടച്ചിട്ടാണ് ഇത് പോയതെന്ന് എനിക്കറിയത്തില്ല. ഇത് ഏതെങ്കിലും ബ്രാൻഡ് ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് നല്ലൊരു പ്രൊമോഷൻ ആയിരിക്കും. ഞങ്ങളുടെ വെറ്റ് വൈപ്പ് ഉപയോഗിക്കൂ, ആപ്പിളിന്റെ പെയിന്റ് വരെ ഞങ്ങൾ കളയും എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാം. പക്ഷെ ഇതൊരു തമാശയായിട്ട് ഇങ്ങനെ പറയാമെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഇഷ്യൂ ശരിക്കും ആപ്പിള് നല്ല തോതിൽ അഡ്രസ് ചെയ്യേണ്ട കാര്യമാണ്. ഇതിപ്പോ ഇവരെ പെയിന്റ് വെച്ചിട്ട് കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കുറെ പേര് പറയുന്നുണ്ട് ജസ്റ്റ് എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോയി പോകുന്നു പറയുന്നു. അതുപോലെ തന്നെ കളർ മാറുന്നു. ഇപ്പൊ വെറ്റ് വൈപ്പ് വെച്ച് തുടച്ചപ്പോഴത്തേക്ക് പെയിന്റ് പോയി പറയുന്നു. അതേപോലെ തന്നെ സാംസങ് അവരുടെ പുതിയൊരു ഫേസ് ഐഡി കൊണ്ടുവന്നിട്ടുണ്ട്. പോളാർ ഐഡി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ആപ്പിളിന്റെ ഫേസ് ഐഡിനെക്കാട്ടും കിടിലായിരിക്കും എന്നാണ് അവർ പറയുന്നത്. S26 ഈ സാധനം ഉണ്ടാവുമെന്നും കേൾക്കുന്നത്. അതേപോലെ തന്നെ വാട്സ്ആപ്പ് ഒരു ഫിൽറ്റർ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓള്, പ്രൈമറി, റിക്വസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ക്രിയേറ്റേഴ്സിന് അനാവശ്യമായിട്ടുള്ള മെസ്സേജസൊക്കെ റിക്വസ്റ്റ് കിടക്കും. നമുക്ക് വേണമെങ്കിൽ റിപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ അറിയാത്ത നമ്പർ നിന്ന മെസ്സേജൊക്കെ വേറൊരു കാറ്റഗറിയിൽ ഫിൽറ്റർ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് ഒരു വിധത്തിൽ ഉപകാരമുള്ളതാണ്. കാരണം ക്രിയേറ്റേഴ്സിനൊക്കെ കുറെ പേര് ഇങ്ങനെ ശല്യപ്പെടുത്ത മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ കിടന്നോളും. നമുക്ക് വേണമെങ്കിൽ റിപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് അതിന്റെ പാട്ടിന് പോയിക്കോളും. അപ്പൊ ആ കാര്യത്തിൽ ഉപകാരമാണ്. പക്ഷേ അല്ലാതെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് വല്ല ജോബ് ഇന്റർവ്യൂവിന്റെ കേസിനൊക്കെ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്യാത്ത നമ്പർ ആണെങ്കിൽ അത് അവിടെ കിടക്കുകയും ചെയ്യും. നമ്മൾ കാണൂല. അവസാനം നമ്മൾ പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ പോക്കോന്റെ F8 സീരീസുകൾ നവംബർ 26-ാം തീയതി ഗ്ലോബലി ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതിൽ ഏതൊക്കെ സീരീസുകൾ ഇന്ത്യയിൽ വരും എന്നുള്ള കാര്യം അറിയില്ല. ഈ ഗ്ലോബൽ ലോഞ്ച് പോലും ഇന്ത്യ ഇല്ലാത്ത ഗ്ലോബലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൽ കുറെ ഫോട്ടോസുകളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ലെതർ ബാക്ക് ഒക്കെ വരുന്ന ചില സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോസിന്റെ ടൂണിംഗ് ഒക്കെ ആണെന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ കിടലായിരിക്കും. പിന്നെ സ്നാപ്ഡ്രാഗന്റെ 888 പ്രൊസസറാണ് ഇതിൽ. പക്ഷെ ആകെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഏതൊക്കെ നമ്മൾ ഇന്ത്യക്കാർക്ക് കിട്ടും എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ അടുത്ത വർഷം വരുന്ന മാക്ബുക്കിൽ കുറെ ചേഞ്ചസ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറെ റൂമേഴ്സുകൾ വന്നിട്ടുണ്ട്. ഓയിൽ ഡിസ്പ്ലേയും ടച്ച് സ്ക്രീനും പിന്നെ സ്ലിം ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല. കാരണം കുറച്ച് മുൻപ് ഇതേപോലെ കുറെ റൂമേഴ്സ് ഇറക്കിയായിരുന്നു. പക്ഷേ അവസാനം അവരുടെ വെബ്സൈറ്റിലാണ് അവരെ പുതിയ ലാപ്ടോപ്പ് ഇറക്കി എന്ന് പറഞ്ഞിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തത്. ഇതും എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല. അതേപോലെ തന്നെ ആപ്പിളിന്റെ സാറ്റലൈറ്റ് ഫീച്ചേഴ്സിലും കുറെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഇതുവരെ SMS മാത്രമാണ് അയക്കാൻ പറ്റുന്നത്. ഇനി മുതൽ മെസ്സേജ് അയക്കാം. ഇതിന് നിങ്ങൾ നെറ്റില്ലാത്ത സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മാപ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നമ്മൾ ഇന്ത്യക്കാർക്ക് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇന്ത്യയിൽ ഇതുവരെ ഈ സാധനം അവൈലബിൾ അല്ല. ബാക്കിയുള്ള നാട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. അടുത്ത വർഷത്തെ ആപ്പിളിൽ ഇതൊക്കെ ഉണ്ടാവുന്നതാണ് അവര് റൂമേഴ്സ് ഇറക്കുന്നത്. എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ളത് കണ്ടാവും. അതേപോലെ തന്നെ ജിയോയും BSNL കൂടി പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് മിക്കവർക്കും അറിയുന്ന കാര്യമാണ്. ഏത് പട്ടിക്കാട്ട് പോയിട്ടുണ്ടെങ്കിലും കോൾ ചെയ്യാൻ വേണ്ടി റേഞ്ച് ഇടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് BSNL ആണ്. ജിയോയ്ക്കും എയർടെലിനൊക്കെ മിക്ക സ്ഥലത്ത് കിട്ടാറില്ല. എന്നാൽ ഇനി മുതൽ ജിയോയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ജിയോ ടവർ ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് BSNL ടവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല തോതിൽ കോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബാക്കിയുള്ള സാധനമൊന്നും വലിയ തോതിൽ കിട്ടുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ചില ഓഫേഴ്സിന് മാത്രമാണ് ഇത് കിട്ടുന്നതെന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് നല്ല സംഭവമായിട്ടാണ് തോന്നുന്നത്. കാരണം ഏതെങ്കിലുമൊക്കെ ഉൾപ്രദേശത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു കാര്യമായിരിക്കും. അതേപോലെ തന്നെ നത്തിങ്ങിന്റെ പുതിയ ഫോണായ നത്തിങ് ഫോൺ 3A ലൈറ്റ് നവംബർ 27-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഡൈമൻസിറ്റിന്റെ 1300 പ്രോയുടെ പ്രൊസസറും 50+, 8+, 2 മാക്രോ ക്യാമറ ഒക്കെ വരുന്ന ഒരു ക്യാമറ സെറ്റപ്പ്, ഫ്രണ്ടിൽ ഒരു 16 ക്യാമറ, 120 Hz റിഫ്രഷ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പ്രൈസിംഗ് അറൌണ്ട് ഒരു 20,000 രൂപയുടെ അടുത്തായിരിക്കും. പിന്നെ പഴയ നത്തിങ് പോലെയൊന്നല്ല. ഇതിൽ പ്ലാൻസ് പോലത്തെ ഒരു ആഡൊക്കെ കാണിക്കുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയൊരു സാറ്റിസ്ഫൈ ആയ ഡിവൈസ് അല്ല. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹൈ ബട്ടണിൽ കൊടുത്തേക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടോ ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ പഴയ ട്വിറ്റർ അല്ലെങ്കിൽ ഇലോൺ മസ്കിന്റെ X പുതിയൊരു മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ ചാറ്റ് എന്നാണ്. ഈ വാട്സ്ആപ്പിനെ പോലെ തന്നെ end-to-end encryption ഉള്ള വീഡിയോ കോളും വാട്സ്ആപ്പ് കോളും മെസ്സേജസ് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഫയൽ ട്രാൻസ്ഫർ തുടങ്ങിയ ഒരു വാട്സ്ആപ്പിന്റെ ഇലോൺ മസ്ക് വേരിയന്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നതായിരിക്കും. അതൊരു സാധനം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എത്രത്തോളം ഹിറ്റ് ആവുന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഇതേപോലെ വാട്സ്ആപ്പിനെ
കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ആപ്ലിക്കേഷൻസ് വന്നിട്ട് വലിയ തോതിലൊന്നും ഹിറ്റ് ആയിട്ടില്ല. ഇവൻ നമുക്ക് ആറാട്ടയുടെ കേസ് പോലും അറിയാം, കുറച്ച് മാസം അത് ഭയങ്കരമായിട്ട് ട്രെൻഡ് ചെയ്തു തന്നു. ഇപ്പം അതിന്റെ ഒന്നും വിവരം പോലും എവിടെയും കേൾക്കാനില്ല. അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിലൊക്കെ റാങ്കിങ് ഒക്കെ ഇടിഞ്ഞു വരുന്നുണ്ട്. ഇപ്പം ടോപ്പ് 100 പോലും ഇല്ല ഡൗൺലോഡ്സിൽ. അതുപോലെ തന്നെ യൂസേഴ്സ് ഒക്കെ വീണ്ടും തിരിച്ച് വാട്സപ്പിലൊക്കെ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അതേപോലെ തന്നെ ഇതും വളരെ സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താവും എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ആപ്പിലുള്ള പോലെ തന്നെ നെയിം ഡ്രോപ്പ് ഓപ്ഷൻ ഗൂഗിൾ കൊണ്ടുവരാൻ പോകാന്ന് ചില ന്യൂസസ് കേൾക്കുന്നുണ്ട്. അതിന്റെ ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്നാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഫിലിപ്സിന്റെ റേഡിയോയൊക്കെ ഓർമ്മയുണ്ട്? അതേ ഫിലിപ്സ് തന്നെ അവരുടെ ഫോണും അതുപോലെ തന്നെ ടാബ്ലറ്റ് ഒക്കെ കൊണ്ടുവന്ന് ചില ന്യൂസസ് കേൾക്കുന്നത്. സ്പെക്സ് കണ്ടിട്ട് അത്ര വലിയ അതിശയപ്പെടാനുള്ള സാധനമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.